നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. വല്ലച്ചിറ പഞ്ചായത്തിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വനിതാ ഘടക പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ വളർത്തുമൊയിലുകളെ നായ കൊന്നൊടുക്കി. 10 കുഞ്ഞുങ്ങളടക്കം 12 മൊയിലുകളെയാണ് നായ കൊന്നൊടുക്കിയത്. അവണിശ്ശേരി പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം വർണ്ണാഭമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസിന്റെ 84ാം പിറന്നാൾ ആഘോഷിച്ചു. CNN സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ചേർന്നാണ് ദാസേട്ടൻ അറ്റ് 84 എന്ന പേരിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ പഞ്ചായത്തിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വനിതാ ഘടക പദ്ധതിക്ക് തുടക്കമായി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ സന്ധ്യാകുട്ടൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, സ്ഥിരം സമിതി അധ്യക്ഷൻ PS നിഷ, അംഗങ്ങളായ TB സുബ്രഹ്മണ്യൻ, K രവീന്ദ്രനാഥൻ, ബെന്നി തെക്കിനിയത്ത്, VK രാജൻ, KV പ്രിയ, അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അനുപ്രിയ ജാസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് R രജിതകുമാരി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ വളർത്തുമൊയിലുകളെ നായ കൊന്നൊടുക്കി. 10 കുഞ്ഞുങ്ങളടക്കം 12 മൊയിലുകളെയാണ് നായ കൊന്നൊടുക്കിയത്. ഒരെണ്ണം പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പടിഞ്ഞാട്ടുമുറി പട്ടത്ത് PN ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ മൊയിലുകളാണ് ആക്രമിക്കപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വന്നപ്പോ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ മയില് തൊലിയുരിച്ച മയിലിനെ കിടക്കുക. അത് കാരണം എന്തെന്നാ പറയാ, ആദ്യം വന്നിട്ട് ഫുള്ള് ഇതിന്ന് കൊണ്ടുപോയി. ഒരു മയിലിന് 5 കുട്ടികളെ കൊണ്ടുപോയി. ഇന്നിപ്പോ ഇങ്ങനെ പോയി. ഇന്നിപ്പോ ഒക്കെ പോയി കംപ്ലീറ്റ്. മൊത്തം 3 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു. 6 കുട്ടികൾ, ഒരു തള്ള. മൊത്തം കടിച്ചു വലിച്ചൊക്കെ ഇവിടെ ഇട്ട് കംപ്ലീറ്റ് തലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പട്ടികളാവാൻ സാധ്യത എന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇതേമാതിരിയൊക്കെ നമുക്ക് കടിച്ചു പൊളിച്ച് ഇത്ര നെറ്റ് ഇങ്ങനെ കടിച്ചു വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ. അവണിശ്ശേരി പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം വർണ്ണാഭമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താ വെച്ചാൽ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മറ്റാളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി പരിപാടി കാണാൻ വരുന്നത് ഇതേപോലെ ചെറിയ കുട്ടികളെയായിരുന്നു. പക്ഷെ അവർക്ക് ഇതേവരെ ഇങ്ങനൊരു വേദി നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അവസരം വന്നപ്പോഴാണ് പഞ്ചായത്ത് ഇതുപോലെ അംഗനവാടി കുട്ടികളുടെ കലാമേള നടത്താൻ നിശ്ചയിച്ചത്. ഇത് ഒരു മത്സരമായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മളെ സന്തോഷവും അവരുടെ കുസൃതിയൊക്കെ കാണാനുള്ള ഒരു വേദി. അതൊരു മത്സരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് യാതൊരു അലവസരവും അല്ലാതെ ഇത് പരിപാടി നടത്തി തിരിച്ചു പോകാൻ സാധിക്കണം. എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. സ്ഥിരം സമിതി അധ്യക്ഷൻ നിത്യ ജയരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണാശ്ശേരി, ഗീത ശ്രീധരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ, അംഗങ്ങളായ ജോയ് പയ്യപ്പിള്ളി, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ, അംഗൻവാടി വർക്കർ PC അജിത, KV അംബിക എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസിന്റെ 84ാം പിറന്നാൾ ആഘോഷിച്ചു. CNN സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ചേർന്നാണ് ദാസേട്ടൻ അറ്റ് 84 എന്ന പേരിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്.
സ്കൂൾ പ്രധാനാധ്യാപകൻ AR പ്രവീൺകുമാർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. C. വിജയൻ അധ്യക്ഷനായി. പിന്നണി ഗായകൻ യദു S. മാരാർ, ഉമേഷ് നായർ, KB പ്രമോദ്, ബാലകൃഷ്ണൻ മാലിപ്പറമ്പിൽ, PK ഉണ്ണികൃഷ്ണൻ, A. ദിലീപ് കുമാർ, MK പ്രസാദ്, റിട്ടയേർഡ് പ്രധാന അധ്യാപികമാരായ സുമതി നാരായണൻകുട്ടി, രാധ, ജ്യോതി ബാലകൃഷ്ണൻ, ശ്രീലത ഗോവിന്ദ് എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഗാനാർച്ചനയും അരങ്ങേറി. വെങ്ങണിശ്ശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ 7ാമത് വാർഷികം ആഘോഷിച്ചു. അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K. ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അന്നപൂർണേശ്വരി, സെക്രട്ടറി P. സേതുമാധവൻ, AC അജയഘോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് ലൂർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. ചേർപ്പ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. FCC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അൻസ ജോൺ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. വാർഡംഗം ധന്യ സുനിൽ, സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ, PTA പ്രസിഡന്റ് സിനി പ്രദീപ്, PTA വൈസ് പ്രസിഡന്റ് പന്തളം N. സജിത് കുമാർ, സ്കൂൾ മാനേജർ സിസ്റ്റർ ഹിത ടെസിൻ, ലൂർദ് മാതാ പ്രിൻസിപ്പൽ TL ഷീബ എന്നിവർ സംസാരിച്ചു. ഹണി ട്രാപ്പ് കവർച്ച 2 യുവാക്കളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടൂരിൽ ഓൺലൈൻ ആപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ പരിചയപ്പെട്ട് ഹണി ട്രാപ്പ് കവർച്ച നടത്തിയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. കാട്ടൂരിൽ ഓൺലൈൻ ആപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ പരിചയപ്പെട്ട് ഹണി ട്രാപ്പ് കവർച്ച നടത്തിയ 3 പീടിക സ്വദേശി പെരിങ്ങാട്ടുവീട്ടിൽ 23 വയസ്സുള്ള പ്രിൻസ്, നാട്ടിക സ്വദേശിയായ 17 വയസ്സുകാരനെയുമാണ് കാട്ടൂർ ഇൻസ്പെക്ടർ PP ജസ്റ്റിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. അരിമ്പൂർ സ്വദേശിയായ യുവാവാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. വിദേശത്തുനിന്ന് നാട്ടിലെത്തിയ അരിമ്പൂർ സ്വദേശിയായ യുവാവ് ഓൺലൈൻ ആപ്പിലൂടെ ഏഞ്ചൽ എന്ന അക്കൗണ്ടിലുള്ള സ്ത്രീയുമായി സൗഹൃദത്തിലായി. പെട്ടെന്ന് തന്നെ ഇയാളുമായി സൗഹൃദം സ്ഥാപിച്ച സ്ത്രീ നേരിട്ട് കാണുന്നതിനായി യുവാവിനെ വ്യാഴാഴ്ച രാവിലെ 10:30 കോതറ പാലത്തിനോട് ചേർന്ന ബണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ബൈക്കിൽ ഇവിടെ എത്തിയ യുവാവിനെ 3 പേർ ചേർന്ന് വളഞ്ഞു മർദ്ദിച്ച് മൊബൈൽ ഫോണും പേഴ്സിൽ നിന്ന് പണവും കവർന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ സംഭവം പുറത്തറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി ATMൽ കൊണ്ടുപോയി 30,000 രൂപയും പിൻവലിപ്പിച്ച് അതും കൈക്കലാക്കുകയായിരുന്നു. പിന്നീട് യുവാവിനെ ബണ്ടിൽ തന്നെ കൊണ്ടുവന്ന് മർദ്ദിച്ച് അവശനാക്കി സംഘം സ്ഥലം വിട്ടു. നാണക്കേടോർത്ത് ആദ്യം പരാതിപ്പെടാൻ മടിച്ചെങ്കിലും പിന്നീട് യുവാവ് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം DYSP TK ഷൈജു, കാട്ടൂർ ഇൻസ്പെക്ടർ PP ജസ്റ്റിൻ, ASI KS ശ്രീജിത്ത് എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് 4 ദിവസത്തിനുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത്. പരാതിക്കാരനിൽ നിന്ന് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ പോലീസ് സംഘം ഓൺലൈൻ ഫേക്ക് ആപ്പുകൾ പരിശോധിച്ചും പ്രതികളുടെ രൂപസാദൃശ്യങ്ങൾ മനസ്സിലാക്കിയും നടത്തിയ അന്വേഷണത്തിനിടെ സംശയം തോന്നി റോഡിൽ വാഹനം തടഞ്ഞ പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. ഫേക്ക് ആപ്പുകളുടെ സഹായത്തോടെ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചത് പ്രതികളായ യുവാക്കൾ തന്നെയായിരുന്നെന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് പരാതിക്കാരൻ അറിയുന്നത്. ഇവർ സ്ത്രീ ശബ്ദത്തിലൂടെ യുവാവുമായി സംസാരിച്ച യുവതി എന്ന മട്ടിൽ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. മൂന്നാമനെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ മുൻകാല പ്രവർത്തികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. SI ശ്രീലക്ഷ്മി, ASI KS ശ്രീജിത്ത്, CPOമാരായ VS ശ്യാം, ശബരി കൃഷ്ണൻ, കിരൺ, ഡ്രൈവർ CPO ഷൌക്കർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ A ഗ്രേഡ് നേടിയ മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥി വൈഷ്ണവിനെ മുരളി പെരുന്നള്ളി MLA വീട്ടിലെത്തി അനുമോദിച്ചു. A ഗ്രേഡ് നേടുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വൈഷ്ണവ് മണലൂരിന് ആ നേട്ടം കൊണ്ടുവന്നു എന്നതിൽ മണലൂരിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായിട്ട് വൈഷ്ണവിനെ അഭിനന്ദിക്കുന്നു.
നേരത്തെ മണലൂർ ഗോപിനാഥ് ഞങ്ങൾ ചെറുപ്പം മുദ്രാവാക്യം വിളിച്ചുള്ളതാണ് കാറ്റി നിയമം ഞങ്ങൾ പാലിക്കും കാറ്റി കയ്യിലെടുക്കുന്നുള്ളത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, DYFI മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറി VB സന്തോഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മേലിക്കാട്ടിൽ സുനിൽ, ലിമി ദമ്പതികളുടെ മകനാണ് വൈഷ്ണവ്. തളിക്കുളം പുതിയങ്ങാടിയിൽ ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ വലപ്പാട് SI എബിനെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പുതിയങ്ങാടി സ്വദേശികളായ അനന്തു, അഖിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തളിക്കുളം പുതിയങ്ങാടി ബാലസുബ്രഹ്മണ്യ ശാസ്താക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ വലപ്പാട് SI എബിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം രാത്രി ഗാനമേളയ്ക്കിടെ അടിപിടി നടക്കുന്നതറിഞ്ഞ് സ്ഥലത്തെത്തിയ വലപ്പാട് SI എബിനെ കല്ലുകൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മണലൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ അപര്യാപ്തത പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ആവശ്യപ്പെട്ടു. ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ട സഹായം നൽകും. മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വിഷയങ്ങളിൽ പരിഹാരത്തിന് ശ്രമിക്കും. ഫാർമസിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നുവെന്നും സുർജിത്ത് ചൂണ്ടിക്കാട്ടി. ഇതുവരെയും ആയിട്ടില്ല. ടോക്കൺ എടുത്ത് ഇവിടെ ഇരിക്കണം. അപ്പോൾ എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് വീട്ടിൽ ചെന്നിട്ട് അവിടെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, വയസ്സായ അമ്മായിമ്മയും അമ്മാനപ്പനൊക്കെയുള്ള വീടാണ്. അപ്പം ഞങ്ങളിത് എന്ത് ചെയ്യുക? ഒരു ഡോക്ടറും കൂടി അറ്റ്ലീസ്റ്റ് 2 ഡോക്ടറെങ്കിലും ഇവിടെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സന്മനസ് ഉണ്ടാവുമെന്ന് പ്രത്യേകം പറയുകയാണ്. പറ്റില്ല, മരുന്ന് കൊടുക്കണോട്ട് അതിലും വലിയ ക്യൂണ്. ഒരു 2 ഡോക്ടർ ഉണ്ടെങ്കിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടില് പ്രായമായവരൊക്കെ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേഗം കാണണം. വിഷുവിനൊരു കണിവെള്ളരി പദ്ധതിയുടെ ഭാഗമായി മണലൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കണിവെള്ളരി കൃഷിയിറക്കി. ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കാവുന്ന രീതിയിൽ അത്യുൽപാദന രീതിയിലുള്ള തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. തരിശായി കിടന്ന 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കിയത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വയൽ മിത്ര കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കൂട്ടം പ്രസിഡന്റ് ലില്ലി ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി BP ആന്റണി, ഷീബ മനോഹരൻ, ലതിക, റിനി റെജി, പ്രബീഷ് എന്നിവർ സംസാരിച്ചു. പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണഊട്ട് ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11-ന് പ്രസാദഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. അവണിശ്ശേരി പഞ്ചായത്തിൽ കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അവണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ക്യാമ്പ് നടക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരെയാണ് പരിശോധിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വല്ലച്ചിറ പഞ്ചായത്തിൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വനിതാ ഘടക പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ വളർത്തുമൊയിലുകളെ നായ കൊന്നൊടുക്കി. 10 കുഞ്ഞുങ്ങളടക്കം 12 മൊയിലുകളെയാണ് നായ കൊന്നൊടുക്കിയത്. അവണിശ്ശേരി പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം വർണ്ണാഭമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിന്റെ 84-ാം പിറന്നാൾ ആഘോഷിച്ചു. CNN സ്കൂൾ സ്റ്റുഡൻസ് അലുമിനി ഫോറവും പാട്ടുകൂട്ടവും ചേർന്നാണ് ദാസേട്ടൻ അറ്റ് 84 എന്ന പേരിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.